എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്ന് ഉണ്ണിയേശുവിൻ്റെ പിറന്നാൾ ക്രിസ്മസ് ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹനിർഭരമായ ക്രിസ്മസ് ആശംസകൾ. നമ്മുടെ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ അധപ്പതനത്തിലേക്ക് തന്നെയാണ് ഇന്നത്തെ ഈ കാർട്ടൂണും വിരൽ ചൂണ്ടുന്നത്. അതായത് നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ്റെ ഒരു മരണം. ഈ രണ്ട് മരണം തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതായത് മറ്റേ CPM-ൻ്റെ പ്രാദേശിക തലത്തിലെ ഉയർന്ന നേതാക്കന്മാരുടെ ഭീഷണിക്ക് മുന്നിൽ പരാജയപ്പെട്ടാണ് ഈ രണ്ട് മരണങ്ങളും നടന്നിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണം നമുക്ക് അറിഞ്ഞുകൂടാ, അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇനിയും വെളിയിൽ വന്നിട്ടില്ല. ബട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം വിളിച്ച് ഭീഷണിപ്പെടുത്തി നിനക്ക് പണി തരാം, നിനക്ക് എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ വീഡിയോ സന്ദേശം ഇപ്പോൾ എല്ലാവരും കേട്ട് കാണും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ശവം തിന്നിട്ടും മടുക്കാത്ത ഒരു അപൂർവ ജീവിയാണ് ഈ CPM എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചോദ്യം. അതായത് പാവപ്പെട്ടവർക്ക് ഒരു വിധത്തിലും ഇവരോട് സമരസപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഭീഷണി കൊണ്ടിങ്ങനെ ലോകം അങ്ങ് അടക്കി ഭരിക്കുക. അപ്പോൾ ഈ മറ്റേ ജില്ലാ സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തെയും ജില്ലാ സമ്മേളനങ്ങളിലെ പ്രധാന ഒരു ആരോപണമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണം പ്രധാനമാണ്. ആ ആഭ്യന്തര വകുപ്പിനുള്ള ആരോപണത്തിൽ ഈ പാർട്ടി അണികൾ പറയുന്നത് പോലീസുകാർ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കാര്യം സാധിക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഞങ്ങളെ അടുപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് ഇതിനൊരു കുറ്റമായിട്ട് ഇവർ പറയുന്നത്. എന്നാൽ നമ്മളെ എന്തോ ആണ് കാണുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ തേർവാഴ്ചയാണ്. ഒരു കുറ്റകൃത്യം നടന്നാൽ ഇവർ പറയുന്നതിനപ്പുറത്ത് പോലീസുകാർക്കൊരു വീക്ഷണമില്ല. ഇവർ പറയുന്നതിന് അനുസരിച്ച് മറ്റേ FIR തയ്യാറാക്കുക, പ്രതികളെ പിടിക്കുക, പ്രതികളെ ഒളിപ്പിച്ച് വയ്ക്കുക, ഇതെല്ലാമാണ് പോലീസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് പോലീസ് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നാണ്. ഇതിൽ കൂടുതൽ ഇനി എന്തെന്നാണ്? അങ്ങനെയാണെന്നെങ്കിൽ ഈ പോലീസ് സേന അങ്ങ് പിരിച്ചുവിടുകയല്ലേ നല്ലത്. പോലീസ് സേന പിരിച്ചുവിട്ടിട്ട് ഈ DYFIക്കാരും CIT-കാരും ഒക്കെ ഏറ്റെടുക്കട്ടെ ഈ പോലീസിൻ്റെ പണി. ഇതിൽ കൂടുതൽ പിന്നെ എന്തോ ചെയ്യേണ്ടത്? സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു വാദിക്ക് ഒരു പ്രശ്നം നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടത്തില്ല എന്ന് 150% ഉറപ്പാണ് ഈ കാലഘട്ടത്തിൽ. എന്നിട്ട് ഇവർ പറയുന്നു ഒന്നും പോലീസ് സ്റ്റേഷനിൽ നടക്കത്തില്ലെന്ന്. ഇനി ഒരു കാര്യം ഇതേ ചെയ്യാനുള്ളൂ, അവരങ്ങ് പോലീസിൻ്റെ പണി ഏറ്റെടുക്കുക. ഇപ്പം മറ്റേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അണികളെ ആഹ്വാനിച്ചത് എന്താണെന്നറിയോ? മറ്റേ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാം. അത് ഇതുവരെ നമ്മൾ കണ്ട കണക്കല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇവർക്ക് അങ്ങ് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. നിങ്ങൾ എന്ത് വേണേലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെയ്തോ, ആരും ചോദിക്കത്തില്ല. ഇനി അഥവാ പോലീസുകാരെന്തെങ്കിലും ചെയ്താൽ അതിന് ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള അവസ്ഥയിലാണ്. പോലീസ് സ്റ്റേഷനുകളിൽ നീതി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടോളാൻ. അതായത് കോടതിയും പോലീസും ഒക്കെ ഇവർ തന്നെ മതി. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം ഇതാണ്. അതായത് ശവം തിന്നാൽ മതിയാകാത്ത CPM, അതിനെപ്പറ്റിയുള്ള ഈ കാർട്ടൂണാണ്. ശവം തിന്നാൽ മതിയാകാത്ത ഒരു വിചിത്ര ദ്വീപ്, ഒരു ചെകുത്താൻ ആണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്.